രോഹിതല, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയും കൈരളിയും എല്ലാം തന്നെ മകരജ്യോതി തെളിയിച്ചു എന്നൊരു കാർഡ് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സത്യത്തിൽ അത് മകരജ്യോതി തെളിയിച്ചു എന്നല്ലേ, അതല്ലേ കൃത്യമായിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത്? അതെ അതെ അതെ. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന അന്തം കമ്മികൾ ഈ പറയപ്പെടുന്ന രണ്ട് ചാനലുകൾ, ചുമപ്പിന്റെ നിറമുള്ള രണ്ട് ചാനലുകൾ പറയുന്നത് തന്നെയാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. നോക്കൂ, മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്നതാണ് എന്നുള്ളത് അതല്ലേ അവരും കൊടുത്തുള്ളൂ. ഞാൻ പറയട്ടെ, എല്ലാവർക്കും തെളിയിക്കുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെന്താ കാലാകാലങ്ങളായി പഠിച്ചു വെച്ചിരിക്കുന്നതും പറഞ്ഞു വെച്ചിരിക്കുന്നതും മകരജ്യോതി തെളിഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ മകരവിളക്ക് തെളിഞ്ഞു എന്നാണ്. അപ്പൊ ചോദിക്കും, എന്താണ് മകരവിളക്ക്? ഈ കത്തിക്കുന്ന ഈ KCB കത്തിക്കുന്നതോ അല്ലെങ്കിൽ മലയാളിമാർ കത്തിച്ചുകൊണ്ടിരുന്നതോ ആയ ആ ദീപമാണോ തെളിയുന്നത് എന്നുള്ളത് ചോദ്യം അല്ല. യഥാർത്ഥത്തിൽ അവിടെ തെളിയുന്നത് മകരനക്ഷത്രമാണ്. അതിനെയാണ് മകരജ്യോതി എന്ന് വിളിക്കുന്നത്. ഇത് ആ മകരനക്ഷത്രം ഉദിക്കുമ്പോൾ അയ്യപ്പന്റെ കുലത്തിൽപ്പെട്ട, അയ്യപ്പന്റെ കുലത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ ഒരുപാട് പുരാണങ്ങൾ പറയണം. മലയരയന്മാർ അല്ലെങ്കിൽ അവിടെ ആരാധന നടത്തിയിരുന്ന മലയരയന്മാർ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി, സ്വാഗതം ചെയ്യാൻ വേണ്ടി പൊന്നമ്പലമേട്ടിൽ വലിയ അഗ്നികുണ്ഡമൊരുക്കിമായിരുന്നു എന്നുള്ളതാണ്. അല്ല, എനിക്ക് അപ്പോഴും ഒരു സംശയമുണ്ട്, അറിയാത്തത് കൊണ്ടാണ്. ഇത്തരത്തിൽ വേറെ ദിവസങ്ങളിൽ ഈ മകരനക്ഷത്രങ്ങൾ അവിടെ വരാറില്ലേ? കെവിനെ വരാറുണ്ട്. ഈ മകരനക്ഷത്രം വരാറില്ല. ആ മകരനക്ഷത്രത്തിലെ മകരമാസത്തിലെ നാളിൽ ഉദിക്കുന്ന ഉത്രം നക്ഷത്രമാണത്. ഉത്രനാളിൽ ഉദിക്കുന്ന ഉത്രം നക്ഷത്രമാണ്. അതുകൊണ്ടാണ് മകരനക്ഷത്രം എന്ന് പറയുന്നത്. ഇതെല്ലാം വിശ്വാസങ്ങളാണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നുമല്ല, വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ശബരിമലയുടെ പുണ്യ പൂങ്കാവനത്തിലേക്ക് ലക്ഷോപലക്ഷം ആളുകൾ ഒഴുകിയെത്തുന്നത്. ഒരു സർക്കാരുകൾക്ക് എന്തുണ്ട്, ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ കൂടുവോത്രോ അല്ലെങ്കിൽ കള്ളത്തരവോ കപടത്തരവോ ഒന്നുമല്ല, വളരെ സ്വാത്വികമായ വിശ്വാസങ്ങൾ മാത്രമാണ്. ആ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് നമ്മളുടേത്. ഈ പറയപ്പെടുന്ന റിപ്പോർട്ടർ TV അവിടെ അയ്യപ്പ സംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് ക്യാപ്ഷൻ എഴുതിയത് അയ്യപ്പ സംഗമത്തിന് തിരി തെളിഞ്ഞു എന്നാണ്. അല്ലാതെ പിണറായി വിജയൻ തിരി തെളിച്ചു എന്നല്ല. അല്ല, അത് ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലുള്ള പെർസ്പെക്റ്റീവിലല്ലേ? അതിനെന്താ, ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരി തെളിച്ചു എന്ന് പറയാമായിരുന്നില്ലേ? അന്ന് തിരി തെളിഞ്ഞതും ഇപ്പോൾ ഇത് തിരി തെളിയിച്ചു എന്നും ആകുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു കൈരളി TVയിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ ഈ റിപ്പോർട്ടർ TVയുടെ അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ നിന്ന് റിപ്പോർട്ടർ TVയുടെ വെബ് പേജുകളിലേക്കും ഈ കാർഡ് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈൻ ടീമിലും അതിന്റെ കണ്ടന്റ് കൊടുക്കുന്ന സബ് എഡിറ്റർമാരുമായിട്ട് നിയമിച്ചിട്ടുണ്ട് ഇലക്ഷൻ പ്രമാണിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പോൾ അങ്ങനെ സാറ് റിപ്പോർട്ടർ TV ഒന്നും അങ്ങനെ വലിയ വിശ്വാസത്തിലൊന്നും കയറി കളിക്കുന്ന ഒരു ചാനൽ അല്ല എന്നുള്ളതാണ് വിത്ത് റെസ്പെക്ട് ഞാൻ പറയുകയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് പറയാം അല്ലേ എന്ന് ചോദിച്ചാൽ അതെ ആണ്. പക്ഷെ എല്ലാം അങ്ങനെ അങ്ങ് ചെയ്യുന്നവരാണോ നിങ്ങളൊക്കെ? എന്റെ ചോദ്യമാണ്. എല്ലാം അങ്ങനെ അങ്ങ് ചെയ്ത എന്താണ് ശബരിമലയിലെ മകരനക്ഷത്രം? അത് മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. അതായത് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് ഉത്സവത്തിന്റെ അവസാന ദിവസം സമാധിയിലുള്ള, അതായത് മണിമണ്ഡപത്തിൽ സമാധിയിലിരിക്കുന്ന പന്തളൻ രാജകുമാരനായ അയ്യപ്പൻ നക്ഷത്രമായി ഉദിക്കുമെന്നും അതാണ് ഉത്സവങ്ങളുടെ അവസാന ദിവസം എന്നുള്ളതാണ് വിശ്വാസം. അതിനെയാണ് ഈ മകര സംക്രാന്തി, മകരജ്യോതി എന്നൊക്കെ വിളിക്കുന്നത്. അതൊരു മിത്തല്ലേ? എന്താണ് മിത്തല്ലാത്തത്? ഈ നാട്ടിൽ എന്താണ് മിത്ത്? കമ്മ്യൂണിസം മിത്തല്ലേ? അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്നിന്റെ കാലത്ത് കമ്മ്യൂണിസം മിത്തല്ലേ? ഒരു കാലത്തുണ്ടായിരുന്നു, ഇന്നിന്റെ കാലത്ത് മിത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അതിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മനസ്സിനെ കുത്തിനോവിക്കുന്നത് എന്തിനാണ് ഈ ആളുകള്? ഇത്രയും ദിവസം വ്രതം നോറ്റി ഇത് കാണാൻ അവിടെ ചെന്ന് നിൽക്കുന്ന ആളുകളെ കുത്തിനോക്കി. നിങ്ങൾക്കിത് മിത്തായി തോന്നുന്നെങ്കിൽ, അനാവശ്യമായി തോന്നുന്നു, നിങ്ങൾ ആ വാർത്ത ചെയ്യാതിരിക്കൂ. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്. ബഹുസ്വരത എന്ന് പറയുന്ന ഒന്നില്ലേ? രണ്ടു വശവും കാണുക എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് രണ്ടാമത്തെ വശം? അല്ല, ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്ത് വിശ്വാസികൾ മകരജ്യോതി അത് വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്നു എന്ന് പറയുമ്പോൾ സയന്റിഫിക് ആയിട്ട് മറ്റൊരു വശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരപരമായ ഒരു വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശബരിമല വിശേഷങ്ങളുടെ എത്ര സ്റ്റോറി ആ ചാനലിലുണ്ട്? അതെ അതെ, ഞാൻ പറയുന്നത്, നിങ്ങൾ നിലപാടെടുത്താൽ ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂ. നിങ്ങൾ ശബരിമല സ്വർണ്ണക്കള്ള ചർച്ച ചെയ്തോളൂ, അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അല്ലാതെ അവിടുത്തെ വരുന്ന അയ്യപ്പന്റെ കഥകളോ അവിടേക്ക് വരുന്ന സ്വാമിമാരുടെ കഥകളോ അവിടുത്തെ ഭക്ഷണം വിളമ്പുന്നതിന്റെ കഥകളോ ഒന്നും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുതെന്നേ. അത് നിങ്ങൾ മിത്തിനെ വളർത്തുന്നതിന് തുല്യമല്ലേ? അന്ധവിശ്വാസം വളർത്തുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ നിലപാടെടുത്തോടെ നിൽക്കണം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 പ്രകാരം അത് ഇന്ത്യൻ ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട്. കോടാനുകോടി ആളുകളുടെ വിശ്വാസത്തിന്മേൽ മണ്ണുവാരി ഇട്ടുകൊണ്ടാകരുത് ഒരാളുടെയും അഭിപ്രായം പറയാൻ. അതാണ് പറഞ്ഞത്. ബഹുസ്വരത അംഗീകരിക്കാൻ കഴിയാത്ത ബഹുസ്വരത താങ്കൾക്ക് എന്ത് അംഗീകരിക്കാൻ പറ്റും? എതിർപ്പാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, രണ്ടു വശം ഇല്ലേന്ന്. എങ്ങനെയാണ് രണ്ടു വശം ഉണ്ടാവുന്നത്? മകരനക്ഷത്രം തെളിഞ്ഞു, മകരനക്ഷത്രം തെളിഞ്ഞു, ഓക്കെ, സമ്മതിക്കുന്നു. എല്ലാ ദിവസവും നക്ഷത്രം ഇല്ലേ എന്നുള്ളത് ഒരു സ്വാഭാവികമായി
ഒരു സയൻസ് അടിസ്ഥാനമായി ചിന്തിക്കുന്ന ഒരാളുടെ സ്വാഭാവികമായി സംശയം. രണ്ടാമത്തേത് മകരജ്യോതി തെളിയിച്ചു എന്ന് പറയുന്നത് ഓക്കെ, തെളിയിക്കാതെ എങ്ങനെയാണ് കാട്ടുതീ പോലെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ തീ ആരാണ് വെക്കുന്നത്? തെളിയിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. തെളിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ തെളിയിച്ചു. ഇസ്ലാം മതവിശ്വാസികൾ മോസ്കുകളിലേക്ക് പോകുന്ന ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച. എന്താ ബാക്കിയുള്ള ദിവസങ്ങളിൽ മോസ്കില്ലേ? അപ്പൊ എല്ലാ ദിവസങ്ങളിലും ക്രിസ്ത്യൻ മതവിശ്വാസികൾ പള്ളികളിൽ കുർബാന കൂടാൻ പോകുന്നതെന്നോ? ഞായറാഴ്ച. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന പള്ളികളില്ലേ? ഉണ്ട്. അല്ലാത്ത ദിവസങ്ങളിലും പോവാറുണ്ട്, അവര് പോവാറുണ്ട്. അതിനെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. പല കാര്യങ്ങളും വിമർശിക്കണം. അല്ല, പള്ളിയിൽ പോകുന്നതല്ല വിമർശിക്കുന്നത്. അതായത് കൃത്യമായി അവർ ചെയ്യുന്ന ഇതേപോലുള്ള സയൻസുമായി ഓറിയന്റ് ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളിലും ഇപ്പൊ തർക്കം തുടരുകയാണ്. എന്ത് തർക്കമാണ് ഈ പല രീതിയിലുള്ള തർക്കങ്ങൾ? അടുത്ത കാലത്ത് അത്തരത്തിലൊരു വാർത്ത എഴുതാൻ ഇവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഹൈന്ദവ മതവിശ്വാസങ്ങൾക്ക് മേലുള്ള കാരണം, ഞാനൊരു ഹൈന്ദവ മതത്തിന്റെ വക്താവായി സംസാരിക്കുന്നതല്ല, ഒരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് അനാവശ്യമാണെന്ന്. നിങ്ങൾ ഈ 41 ദിവസക്കാലം അത് കഴിഞ്ഞിട്ടുള്ള മകരവിളക്ക് കാലത്തിൽ ഈ വാർത്തകൾ, ഞാൻ മതാടിസ്ഥാനത്തിലല്ല, ഞാൻ സയൻസിനെ കൂട്ടുപിടിച്ചാണ് പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെയും കൈരളി ടിവിയുടെയും കാർഡുകളെ പറ്റിയാണ്. കെവിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇത്രയും ദിവസം ആ വാർത്തകൾ നൽകി, നിങ്ങൾ റേറ്റിംഗിൽ 1ാമതും 2ാമതും 3ാമതും ഒക്കെ ആയി നിന്ന ചാനലുകൾ അവസാന ദിവസം കൊണ്ടുവന്ന് എന്തിനാണ് ഒരു ഭക്തന്റെ എങ്കിലും മനസ്സ് നോവിക്കുന്ന തരത്തിൽ ഒരു കാർഡ് അടിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും ശല്യമുണ്ടോ? പൊന്നമ്പലമേട്ടില് ദീപം തെളിയിക്കുന്നു, മുകളിൽ ഒരു നക്ഷത്രം ഉദിക്കുന്നു, ഒരുപാട് പേർ അത് തൊഴുത് ആത്മസംതൃപ്തി അടയുന്നു. ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ആരെയെങ്കിലും പറ്റിക്കുന്നുണ്ടോ? അതുകൊണ്ട് എത്രയോ പേർക്ക് ആത്മസംതൃപ്തിയാണ്. മറ്റൊരു വശമില്ലേ? എന്താണ് ഇതിനെ പറ്റി സയന്റിഫിക്കായി ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും വിചാരിച്ചുകൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. അവർ ആ നിലപാടിൽ ഉറച്ചു നിർത്തി ശബരിമലയിലെ വിശേഷങ്ങൾ സയന്റിഫിക്കായി മാത്രം റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ശബരിമലയിലെ മുഴുവൻ കഥകളും പറഞ്ഞു തന്നിട്ട് ഈ ഇത്രയും ദിവസങ്ങളിൽ ഈ ശബരിമല സീസൺ മുഴുവൻ ശബരിമല വിശേഷങ്ങൾ, ശബരിമല കഥകളൊക്കെ പറഞ്ഞ് വാർത്ത ബിൽഡപ്പ് പിടിച്ചിട്ട് അവസാന ദിവസം കൊണ്ടുവന്ന് മാത്രം 2 വശങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.